എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെത്താൻ ക്രൂശിൽ യാഗമാക്കിയ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ആഴ്ചയുടെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നു. നാം അറിയുന്നത് പോലെ നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, സംവത്സരങ്ങളൊക്കെ നമ്മെ വിട്ടുപോകുന്നു. എന്നാൽ ഒരിക്കലും വിട്ടുമാറാത്തവനായി, മറക്കാത്തവനായി നമ്മുടെ ദൈവം കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും എല്ലാറ്റിനും വേണ്ടി ആശ്രയിക്കാം. ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. ആ നന്മ എന്ന് പറയുന്നത് നിത്യതയുടെ വീക്ഷണത്തിലാണ് എന്നോർക്കണം. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടു ദൈവദാസനെ കണ്ടു. 20 വയസ്സിന് അടുത്ത പ്രായമുള്ള ഒരു കുട്ടി അദ്ദേഹത്തിനുണ്ട്. ജനറ്റിക്കലായിട്ട് ജന്മന ചില പ്രശ്നങ്ങളുള്ള ഒരു മകനാണ്. ധാരാളം പ്രയാസങ്ങൾ ജനിച്ച് ഏതാനും മാസങ്ങൾ ആയതു മുതൽ അവർ അനുഭവിക്കുന്നു. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ. ഇങ്ങേയറ്റം ദൈവദാസന്മാരെന്ന് പറയുന്ന, ദൈവമക്കളെന്ന് പറയുന്നവരിൽ പോലും പലരും വല്ലാത്ത ഒരു എന്തോ മാരകമായ പാപം നിമിത്തമാണ് അവർക്ക് ജനിച്ച കുഞ്ഞിങ്ങനെ ആയതെന്ന് പോലും മുഖത്ത് നോക്കി പറയുന്ന വിശ്വാസികളുണ്ട്. അതുകൊണ്ട് വളരെ മാനസിക പ്രയാസങ്ങളിലൂടെയൊക്കെ അവര് ഈ വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ആ പിതാവും മാതാവും കൂടെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത്, പാസ്റ്ററെ, ഈ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവുമുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു വിഷയത്തിലുള്ള ഗ്യാരണ്ടിയാണ് ഞങ്ങളുടെ സന്തോഷത്തിന് അടിസ്ഥാനം. ഗ്യാരണ്ടി? എന്തിൻ്റെ ഗ്യാരണ്ടിയാ? ഇവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാണും എന്നതിൻ്റെ ഗ്യാരണ്ടി. സ്തോത്രം. പാപം എന്താണെന്ന്, അശുദ്ധി എന്താണെന്ന്, അശ്ലീലതകൾ എന്താണെന്ന് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കുഞ്ഞ്. സ്തോത്രം. ഈ കുഞ്ഞ് ഇന്ന് അല്ല എന്ന് മരിച്ചാലും, അല്ല അതിനു മുമ്പ് കർത്താവ് വന്നാലും ഉറപ്പാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടും. ഞങ്ങൾ ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാസികയിൽ വായിച്ച കാര്യം ആ സമയത്ത് ഞാൻ ഓർത്തു. ഞാൻ അദ്ദേഹത്തോടത് പങ്കുവച്ചു. നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നാം നന്മകളെ കാണേണ്ടത്, ഭൗതികതയുടെ വെളിച്ചത്തിലല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നന്മ എന്ന് പറയുന്നത് താൽക്കാലിക ജീവിതത്തിൻ്റെ വെളിച്ചത്തിലാണ്. അല്ല, നിത്യതയുടെ അളവുകോൽ വെച്ചുകൊണ്ട് വേണം നാം നന്മ അളക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അത് ചിലത് നമുക്കിപ്പോൾ വേദന ഉളവാക്കുന്നതാകാം. ഈ മാതാപിതാക്കളെ പോലെ
സ്തോത്രം. പക്ഷേ താൽക്കാലിക വേദനയേക്കാൾ അതീതമായി നിത്യതയുടെ ആ തിരശീലയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ ദൃഷ്ടികളെ പായിക്കുവാൻ ഉൾക്കാഴ്ച ലഭിച്ചവരായി നാം എല്ലാവരും തീരട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നാം പഠിക്കുന്ന വിഷയത്തിലേക്ക് തിരിയുന്നു. വിശുദ്ധന്മാരുടെ പ്രവൃത്തികൾക്കുള്ള ന്യായവിധി, അതിന് കർത്താവ് നൽകുന്ന പ്രതിഫലങ്ങൾ, അതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഒന്ന്, കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തം. കർത്താവായ യേശു നേരിട്ട് നമുക്ക് തന്ന വാഗ്ദത്തമായിരുന്നു. ലൂക്കോസ് 12 നിന്നും നമ്മൾ കണ്ടത്. സ്തോത്രം. കർത്താവ് തന്നെ നമ്മെ ശുശ്രൂഷിക്കും. മറ്റൊന്ന് നാം ഏറ്റവും ഒടുവിലായിട്ട് കണ്ടു. നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ. സ്തോത്രം. ക്രിസ്തുവിനെ തന്നെ നമ്മുടെ നിത്യാവകാശമായി നമുക്ക് ലഭിക്കും. അതിനേക്കാൾ വലുതൊന്നില്ല. അതിനപ്പുറത്തേക്ക്, സ്തോത്രം, നമുക്ക് ചിന്തിപ്പാൻ പോലും കഴിയില്ല. കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രതിഫലം തന്നെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്തോത്രം. ബാക്കിയുള്ളതെല്ലാം അതിന് കീഴെ നിൽക്കുന്നത് മാത്രമാണ്. സ്തോത്രം. ഈവൻ കർത്താവ് നമ്മെ ശുശ്രൂഷിക്കുന്നത് പോലും, ദൈവം നമ്മെ ആദരിക്കുന്നതും, കർത്താവ് നമ്മെ തൻ്റെ അരകെട്ടി ശുശ്രൂഷിക്കുന്നത്, ഭക്ഷണത്തിനിരുത്തുന്നത്, നമുക്ക് വിളമ്പിത്തരുന്നത് ഒക്കെ ഇതിൽ താഴുന്നത് മാത്രമാണെന്ന് നാം മനസ്സിലാക്കുക. സ്തോത്രം. ക്രിസ്തുവിനെ തന്നെ നമ്മുടെ നിത്യാവകാശമായി പ്രാപിപ്പാൻ, ആ കാഴ്ചപ്പാടോടെ മുൻപോട്ട് പോകുവാൻ, എനിക്ക് ഇഹത്തിലും പരത്തിലും, ഈ കാലത്തിനകത്തും നിത്യതയിലും ഒന്നും വേണ്ട, അങ്ങ് മാത്രം മതി, സ്തോത്രം, എന്ന് ആഴത്തിൽ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ, ജീവിപ്പാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രതിഫല വിഭജനം എന്നുള്ള വിഷയം ഇന്ന് ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. എന്നിട്ട് അടുത്ത ന്യായവിധിയുടെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അതിൽ അവസാനമായി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താം. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന്, നാം കർത്താവിനായി പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും. നാം കർത്താവിനായി സഹിക്കുന്നതിനനുസരിച്ച്, as per our endurance for the Lord, as per our work, what we do for the Lord, what we suffer, or as per our perseverance, endurance for the Lord. കർത്താവിനായി നാം ചെയ്യുന്നതിനനുസരിച്ച്, 2 സഹിക്കുന്നതിനനുസരിച്ച്, as per we spend, നാം കർത്താവിന് വേണ്ടി ചിലവിടുന്നതിനനുസരിച്ച്, ചിലവാക്കുന്നതിനനുസരിച്ച്. 4, according to what we lose for the Lord or because of the Lord. 3ഉം 4ഉം തമ്മിൽ ഒത്തിരി സാമ്യമുണ്ടെങ്കിലും വ്യത്യസ്തമാണ്. മൂന്നാമത്തേത് വാട്ട് വി സ്പെൻഡ്, നമ്മൾ സ്വമനസാ ചിലവഴിക്കുന്നതാണ്, കൊടുക്കുന്നതാണ്. 4ാമത്തേത് വാട്ട് വി ലൂസ്, നാം ചിലവിടുന്നതല്ല, നാം നഷ്ടപ്പെടുത്തുന്നതാണ്. ആരെങ്കിലും ചിലപ്പോൾ
ബലമായി നമ്മിൽ നിന്നും അപഹരിക്കുന്നതാകാം. എബ്രായർ 10 നാം വായിക്കും പോലെ 32 മുതൽക്കുള്ള വാക്യങ്ങളിൽ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. അവർ കൊടുത്തതല്ലത്, എടുത്തുകൊണ്ടുപോയതാ. എടുത്തുകൊണ്ടുപോയപ്പോഴും അവരത് സന്തോഷത്തോടെ സഹിച്ചു. അതാണ് 4-ാമത്തേത്. സ്തോത്രം. പിന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളോട് നമുക്കുള്ള റെസ്പോൺസ്, നമ്മുടെ പ്രതിക്രിയ, ഓരോ സാഹചര്യങ്ങളോടും നാം എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ പ്രതികരണത്തിനനുസരിച്ചും നമുക്ക് പ്രതിഫലമുണ്ട്. മത്തായി 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സ് പഠിച്ച സമയത്ത് അഷ്ടഭാഗ്യ വർണ്ണനകളിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് 5-11-12 വാക്യങ്ങളിൽ. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. മാത്യു 5:11-12. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. കർത്താവിന്റെ നാമം നിമിത്തം നമ്മളെ പഴിക്കുക, നിന്ദിക്കുക, സകല തിന്മയും കളവായി പറയുക, ഇതൊക്കെ സംഭവ്യമാണ്. അപ്പോഴൊക്കെ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുവീൻ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല, നാം ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ ചുമ്മാ നിന്ന് ഏൽക്കുകയാണ്, പരിഹാസം ഏൽക്കുകയാണ്, നമ്മെക്കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞു പരത്തുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോഴും നാം സന്തോഷിച്ചു കൊള്ളുക. ഇതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. സ്തോത്രം. നാം ദൈവഭക്തന്മാരാണോ? ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞിരിപ്പാൻ കഴിയില്ല. സ്തോത്രം. എന്തെല്ലാം കളവുകൾ നമുക്കെതിരെ ആൾക്കാർ പറഞ്ഞു പരത്തും. ചിലപ്പോൾ അവർക്കൊരു തമാശയാ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും അത് നിമിത്തം, ചിലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കെന്തെങ്കിലും നഷ്ടം, കോട്ടമുണ്ടാകും, അത് കാണുന്നത് അവർക്കൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ പല നിലകളിൽ നമുക്കെതിരായിട്ട് വ്യക്തിപരമായിട്ടും സഭ എന്ന നിലയിലും തിന്മകൾ കളവായി പറയാം. അങ്ങനെയെല്ലാം സഹിക്കുന്നതിനും കർത്താവ് നമുക്ക് പ്രതിഫലം തരും. സ്തോത്രം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ വേദപുസ്തക പഠനത്തിൽ, വിശേഷിച്ച് പുതിയ നിയമ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ആ ഭാഗം ഇവിടെ നിർത്താം എന്ന് കരുതുന്നു. എന്തെങ്കിലും പ്രത്യേകാൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ന്യായവിധിയിലേക്ക് പോകാം. പക്ഷേ ഈ വിശുദ്ധന്മാർക്കുള്ള പ്രതിഫല വ്യത്യാസം സഹസ്രാബ്ദ വാഴ്ചയിലേ ഉള്ളൂ, അതോ നിത്യതയിലും ഉണ്ടോ? എന്തെങ്കിലും സൂചന വേദപുസ്തകത്തിലുണ്ടോ? നമ്മൾ അതിൻ്റെ പ്രത്യേക സൂചന തന്നെയാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 4:16 തൊട്ടുള്ള വാക്യങ്ങളിൽ കഷ്ടതകൾക്ക് അനുസൃതമായ
പ്രതിഫലം എന്ന് നാം അവിടെ കാണുന്നത്. ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗവും ചില ഭക്തന്മാരെ സംബന്ധിച്ച് അവർ അധികം നിന്നയൊന്നും ഏറ്റിട്ടുള്ളവരായിരിക്കില്ല. അധികം നിന്ന ഏറ്റിട്ടില്ലാത്തവരാകാം. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ച് ധാരാളം നിന്ദകൾ ഏറ്റവരാകാം. ചിലരെ സംബന്ധിച്ച് അങ്ങനെ തിന്മ കളവായിട്ടൊന്നും അധികം പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഭോഷ്ക് തന്നെ പറഞ്ഞു പരത്തിയവരുണ്ട്. അപ്പം ഈ കഷ്ടതകൾ ഇതെല്ലാം ഓരോ ഭക്തനും സഹിക്കുന്നതിന് വ്യത്യാസമുണ്ട്, ഓരോ ഭക്തനും നേരിടുന്നതിന് വ്യത്യാസമുണ്ട്. അതിനാനുപാതികമായിട്ടുള്ള പ്രതിഫല വ്യത്യാസം ഉണ്ട്. ആ വ്യത്യാസം തന്നെയാണ് 1 കൊരിന്ത്യർ 3:10-15 വരെയുള്ള വാക്യങ്ങളിലും കാണുന്നത്. 3 തരത്തിലെ പ്രവൃത്തികളെ കുറിച്ച്, നഷ്ടപ്പെടുന്ന 3 പ്രവൃത്തികളല്ല, നിലനിൽക്കുന്ന 3 തരം പ്രവൃത്തികൾ. ചിലരുടെ പണി പൊന്നുകൊണ്ട്, ചിലരുടേത് വെള്ളി കൊണ്ട്, ചിലരുടേത് വിലയേറിയ കല്ലുകൊണ്ട്. 3ൻ്റെയും ഭംഗി, 3ൻ്റെയും തിളക്കം, 3ൻ്റെയും വില വ്യത്യാസമാണ്. അപ്പം പ്രതിഫലം അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്നത് അവിടെയും വ്യക്തമാണ്. മറ്റൊന്ന് നാം റോമർ 8:17 വാക്യത്തിലും വായിച്ചു, നാം സഹിച്ചാൽ, അത് തന്നെ 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായത്തിലും 8-9 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. നാം സഹിച്ചാൽ കൂടെ വാഴും. അപ്പം നമ്മൾ ഈ ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ രക്ഷ സൗജന്യമാണ്, എന്നാൽ പ്രതിഫലം കൂലിയാണ്. കൂലി കണക്കിടുന്നത് കടമായിട്ടാണ്. ഈ കടമായി കണക്കിടുന്ന കൂലി പ്രവർത്തികൾക്കനുസൃതമാണ്. അപ്പം പ്രവർത്തിക്കുന്നവനും പ്രവർത്തിക്കാത്തവനും ഒരുപോലെ പ്രതിഫലം കൊടുക്കുക എന്നത് ദൈവസന്നിധിയിൽ നീതിയല്ല. പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി, പ്രയത്നത്തിന് തക്ക ന്യായവിധി. 1 കൊരിന്ത്യർ 3:8 നാം അതാ വായിക്കുന്നത്. ഓരോരുത്തന്റെ പ്രവർത്തിക്ക് അടുത്ത ന്യായവിധി, ഓരോരുത്തന്റെ പ്രവർത്തിക്കടുത്ത ന്യായവിധി. അപ്പോൾ ഞാൻ കൂടുതൽ പ്രവർത്തിച്ചുവെങ്കിൽ എനിക്ക് കൂടുതൽ, വർക്കിച്ചായൻ പ്രവർത്തിച്ചത് കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ചേ ഉള്ളൂ പ്രതിഫലം. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴാണ്, എവിടെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ ഏതോ ഒരു വീട്ടിൽ പോയപ്പോഴാണ് ഈ ബംഗാളികൾ, നാട്ടിലെ മലയാളികളല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഇപ്പോൾ ബംഗാളി എന്നാണ് വിളിക്കുന്നത്, ഞാനും അങ്ങനെ വിളിക്കാം. ബംഗാളികളെ വീട്ടിലെ എന്തോ ജോലിക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതുവരെ ഞാൻ അറിഞ്ഞിരുന്നത് ദിവസക്കൂലി എന്നായിരുന്നു. അപ്പം ഇവരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു മണിക്കൂറിനാണ് കൂലി, 1 മണിക്കൂറിന് ഇത്ര രൂപ വെച്ച്. അപ്പം 5 മണിക്കൂറേ ഒരുത്തൻ ജോലി ചെയ്തുള്ളെങ്കിൽ ഒരു മുഴു ദിവസത്തെ കൂലി അവന് കിട്ടത്തില്ല, 5 മണിക്കൂറത്തെ. അപ്പം പ്രതിഫലം കൂലിയായിട്ടാണ് കണക്കിടുന്നത്. കൂലി പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയും, അപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്നതിൻ്റെ
കൃത്യമായ സൂചന തന്നെയാണ്. അപ്പൊ ഞാൻ എൻ്റെ ആയുസിൻ്റെ ചെറിയ പ്രായം മുതൽ, ചിലപ്പോൾ ഞാനൊരു 15 വയസ്സ് കഴിയുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, എന്നാൽ 10 വയസ്സ് മുതൽ സുവിശേഷ വേല ചെയ്തവരുണ്ട്. ചിലപ്പോൾ അവർ 50 വർഷമോ 60 വർഷമോ കർത്താവിന് വേല ചെയ്തു. ഞാൻ ആകെക്കൂടെ 5 കൊല്ലമേ ചെയ്തുള്ളെങ്കിൽ ഈ 60 കൊല്ലം കർത്താവിനെ സേവിച്ചയാളിനും 5 കൊല്ലം കർത്താവിനെ സേവിച്ചയാളിനും ഒരേപോലെ പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ ദൈവം ഒരിക്കലും നീതിമാനായിരിക്കില്ല. അപ്പം ഈ ഇതെല്ലാം തന്നെ നമ്മെ വ്യക്തമാക്കുന്ന, ഈ പറയപ്പെട്ട വാക്യങ്ങളെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ട്. അതിനടിസ്ഥാനം ഈ പറഞ്ഞതുപോലെ, ഉപസംഹാരമായി പറഞ്ഞതുപോലെ, നമ്മുടെ പ്രവൃത്തി, നാം ചിലവിട്ടത്, നാം സഹിച്ചത്, നാം കൊടുത്തത്, നാം നഷ്ടപ്പെടുത്തിയത്, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം ഒരാള് ഇങ്ങനെയൊന്നും ചെയ്യാതെ പൗലോസിനെ പോലെയുള്ള ഒരു ഭക്തന് കിട്ടുന്ന പ്രതിഫലം വാങ്ങാൻ വേണ്ടി ഇരുന്നാൽ ഒരിക്കലും അത് ന്യായമല്ല. നീതിയുള്ള ന്യായാധിപതിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലമാണ് നൽകുന്നത്. കർത്താവിൽ നിന്ന് പുകഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു. ചിലപ്പോൾ രക്ഷയെ ബാധിക്കാത്ത പല കാര്യങ്ങളും, തീരുമാനങ്ങളും പ്രതിഫലത്തെ സ്വാധീനിക്കുന്നതാണ്. ആവർത്തിക്കുന്നു, രക്ഷയെ ബാധിക്കാത്ത പലതും പ്രതിഫലത്തെ സ്വാധീനിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ജോൺ വെസ്ലി തനിക്ക് $30 പൗണ്ട് വരുമാനം ഉണ്ടായിരുന്നപ്പോൾ എത്ര പൗണ്ട് കൊണ്ടാണോ അദ്ദേഹം ജീവിച്ചിരുന്നത്, അതേ ചെലവായിരുന്നു അദ്ദേഹത്തിന് 200 പൗണ്ട് ലഭിക്കാൻ തുടങ്ങിയപ്പോഴും. ദൈവസന്നിധിയിൽ അതിന് മൂല്യമില്ലേ? ഇപ്പുറത്ത് വേറൊരുത്തൻ, എക്സ് ഓർ വൈ, മറ്റൊരാള് 30 പൗണ്ട് വരുമാനമുള്ളപ്പോൾ 40 പൗണ്ട് ചെലവാക്കും. 200 പൗണ്ട് വരുമാനം ഉയർന്നപ്പോൾ 400 പൗണ്ട് ചെലവാക്കും ജീവിതത്തിന് വേണ്ടി. അപ്പോൾ ആ പുള്ളിക്കും ഈ വെസ്ലിക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുക എന്നത് ദൈവസന്നിധിയിൽ നീതിയല്ല. അതാണ് നാം കാണുന്നത് ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി. ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താക്കിയും മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തിയും കൊണ്ട് ഉള്ളത്. അപ്പോൾ വ്യത്യസ്തമായിരിക്കും തീർച്ചയായിട്ടും പ്രതിഫലങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം അത് ആണ് വ്യക്തമാക്കുന്നത്. ഈ പ്രതിഫല വ്യത്യാസം നമ്മുടെ നിത്യതയിലും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും ഇത് നിത്യതയിലാണല്ലോ ഈ പ്രതിഫലം നൽകുന്നത്. അല്ല, ഞാൻ ചിന്തിച്ചത് സഹസ്രാബ്ദ വാഴ്ചയിലേ ഉള്ളൂ, അല്ല സഹസ്രാബ്ദ വാഴ്ചയിലല്ല. മാത്രമല്ല, അതിപ്പം ഇസ്രായേലിനെ ന്യായം വിധിക്കുന്ന അങ്ങനെയുള്ള 1-2 എണ്ണം തീർച്ചയായിട്ടും സഹസ്രാബ്ദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കുന്നു. ബാക്കിയെല്ലാം പ്രതിഫലം നിത്യത മുഴുവനും നിലനിൽക്കുന്നതാണ്. മറ്റെന്തെങ്കിലും? അതുപോലെ 9-ാം മണി നേരത്ത് വന്നവനും 6-ാം മണി നേരത്ത് വന്നവനും ദൈവം ഒരേ കൂലിയല്ലേ കൊടുത്തത്. അന്നേരം പിന്നെ ഇതുമായിട്ട് എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം? നല്ല ചോദ്യം.
അത് ഓരോരുത്തരെ ദൈവം ഏൽപ്പിച്ച ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്വം. ഓരോരുത്തനോടും പറഞ്ഞൊത്തത്. അതായത് ഞാൻ ഒരു സമയത്ത് ഒത്തിരി നിരാശപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവേ, പൗലോസിനോടും പത്രോസിനോടും ഒക്കെ ഒപ്പമാ ഞാനും പ്രതിഫലത്തിന് നിൽക്കാൻ പോകുന്നത്. എന്തോ ഒരു നാണക്കേടായിരിക്കും. അവർക്ക് ലഭിക്കുന്നതും എനിക്ക് ലഭിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ. എന്നാൽ കർത്താവ് എന്നെ മനസ്സിലാക്കി തന്നത്, ഓരോരുത്തനെയും ദൈവം ഏൽപ്പിച്ചതിനോട് എങ്ങനെ വിശ്വസ്തത പുലർത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പ്രതിഫലങ്ങളെ നൽകുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം യേശു കർത്താവ് ഉപമ പറഞ്ഞതിലെ സാരം ഇസ്രായേലിനെയും ജാതികളെയും ദൈവം അംഗീകരിക്കുന്ന കാര്യമാണ്. ഇസ്രായേല്യരെയും ഇസ്രായേല്യരല്ലാത്തവരെയും ദൈവം തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. ആ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള വ്യത്യാസമില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ആ സമയങ്ങളിൽ, ആ ഡ്യൂറേഷൻ, സമയമെന്ന് പറഞ്ഞതിൽ ആ സമയപരിധി, ആ കാലപരിധി, അതിൽ ചെയ്യുന്നതും ചിലവിടുന്നതും എല്ലാം കണക്കിലെടുക്കപ്പെടും. ഇപ്പം നമ്മുടെ കർത്താവിൽ നിദ്ര കൊള്ളുന്ന പാസ്റ്റർ വി.എ. തോമസിനെ കുറിച്ച് നമ്മുടെ ഈ വേദിയിലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം നമുക്കറിയാം ഭയങ്കര കട്ടറായിട്ട് ശുശ്രൂഷിക്കുന്നയാളായിരുന്നല്ലോ. അപ്പോഴാണ് ഒരു സഭാ നേതാവ്, ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പറയണ്ട, പേര് പറയണ്ട, അറിയാവുന്നവരും പറയണ്ട, ഒരു സഭാ നേതാവ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, തോമാച്ചൻ പറയുന്നതൊക്കെ ശരിയാണെങ്കിലും ഇത്ര കട്ടിക്കൊന്നും പറയണ്ട, ഒരല്പം കൂടെ ഒക്കെ ഒന്ന് മയപ്പെടുത്തി പറ. അപ്പോൾ അദ്ദേഹം തിരിച്ച്, ഈ പറഞ്ഞ സഭാ നേതാവ് പ്രായമുള്ള ആളായിരുന്നത് കൊണ്ട് അച്ചായ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ വേല അങ്ങ് തച്ചിനാണ് എടുത്തേക്കുന്നത്, ഡെയിലി വേജസിലാ. ഞാൻ ഉടമ്പടിക്ക കോൺട്രാക്ട് ബേസിസിലാണ് എടുത്തേക്കുന്നത്. അച്ചായൻ മയപ്പെടുത്തി പതുക്കെ പതുക്കെ പറഞ്ഞ് അങ്ങ് വലിച്ചു നീട്ടി ചെയ്തോ. ഞാൻ പക്ഷേ എന്നെ ഏൽപ്പിച്ചത് ഉടമ്പടി വ്യവസ്ഥയിൽ ചെയ്തു തീർത്തിട്ട് പോകും. അപ്പം ദൈർഘ്യം കൂടുതലുണ്ടായി എന്നതിലല്ല വിഷയം. ഓരോരുത്തരെയും ഏൽപ്പിച്ചതിനോട് എങ്ങനെ നാം വിശ്വസ്തത പുലർത്തി, അത് നമ്മൾ പ്രതിഫല വിഭജന വിഷയത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കുക. ആ ഉപമ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് താലന്തുകളുടെ ഉപമയും കർത്താവ് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞത്. അപ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞ ഉപമയുടെ മാത്രം അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും പ്രതിഫലം ലഭിക്കുന്നത് എന്ന ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ ഒക്കില്ല. കാരണം അതേ കർത്താവ്
ഈ ഉപമ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞിരിക്കുമ്പോൾ താലന്തുകളുടെ ഉപമ ഒന്നിലധികം തവണ ഒന്നിലധികം രീതികളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതല്ല, ഈ കൂലി കൊടുക്കുന്നതിൻ്റെ ഉപമയല്ല, അല്ലെങ്കിൽ അതിൽ ഉള്ള സാരം അല്ല പ്രതിഫല വിഭജനത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന. അത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെയും വായിച്ചല്ലോ, മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന്. അതനുസരിച്ച് ഇസ്രായേലും ഇസ്രായേല്യരല്ലാത്തവരും യേശുക്രിസ്തുവിലൂടെ രക്ഷയ്ക്ക് യോഗ്യരാകുന്ന വിഷയമാണ് അവിടുത്തെ പ്രധാന പ്രതിപാദനം. അതിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ഇസ്രായേൽ പണ്ടേ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, പക്ഷേ അവരെക്കാൾ മുമ്പന്മാരായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ടെന്നർത്ഥം. എബ്രായർ 11:40 പറയുന്നത് പോലെ നമ്മെ കൂടാതെ ഹാബേൽ തുടങ്ങിയുള്ള, അബ്രഹാം തുടങ്ങിയുള്ള, മോശ തുടങ്ങിയുള്ള പഴയ നിയമ വിശുദ്ധന്മാരാരും രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കർത്താവ് മുൻ ഒരുക്കിയിരുന്നു. അതുപോലെ അതേ വിഷയത്തോടനുബന്ധിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിൻ്റെ പുത്രന്മാരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, എന്നാൽ നാനാദിക്കിൽ നിന്നും, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നിന്ന് നാനാദിക്കിൽ നിന്നും ചുങ്കക്കാര്, പാപികള്, വേശ്യകളൊക്കെ അബ്രഹാമിൻ്റെ മടിയിൽ പന്തിക്കിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരേ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നു. ജാതികൾക്ക് യേശുക്രിസ്തുവിലൂടെ അന്ത്യകാലത്ത് ലഭിക്കുന്ന പുത്രത്വത്തിൻ്റെ പദവി, ദൈവമക്കൾ എന്ന പദവി, രക്ഷയുടെ സാധ്യത. അതുകൊണ്ട് ആ ഒരു ഉപമയിൽ നിന്ന് എല്ലാവർക്കും പ്രതിഫലം ഒരേപോലെ ആയിരിക്കും എന്ന ഒരു ചിന്ത നമുക്ക് എടുക്കുന്നത് ന്യായമല്ല. മറ്റൊന്നും പക്ഷെ അറ്റ് ദ സെയിം ടൈം സെയിം ക്വസ്റ്റ്യൻ അതുപോലെ ഇപ്പൊ 9-ാം മണി നേരത്ത് വന്നവർക്കും 6-ാം മണി നേരത്ത് വന്നവർക്കും ഒരേ കൂലി കൊടുത്തെന്ന് പറഞ്ഞു. ബട്ട് സി ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ജോബ് തന്നു. ഓക്കെ, ഒരു 100 pages പേപ്പർ ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം. ടു സംബഡി completed the documents in 1 hour, somebody made in half an hour. അത് രണ്ടുപേർക്ക് ഒരേ കൂലി കൊടുക്കുന്നതിൽ തെറ്റോ ഇല്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ടല്ലേ അത് കോൺട്രാക്ട് ബേസിസിൽ ആ നിലയിൽ ചിന്തിക്കാം. ഇന്ന പണി ചെയ്യുക, ആ പണിക്ക് ഇത്ര കൂലി, അതവര് ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ തീർക്കുക. പണിക്കാണ് അവിടെ കൂലി. ഇവിടെ ഉപമ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ഞങ്ങള് 12 മണിക്കൂറത്തെ വെയിൽ ഞങ്ങൾ കൊണ്ടു, ഇവര് 1 മണിക്കൂറത്തെ വെയിലേ കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എനിക്കുള്ളതിനെ കൊണ്ട് എന്തും ചെയ്യുന്നതിനുള്ള അധികാരം എനിക്കുണ്ട്.
ഒരു ഉടമ്പടി വ്യവസ്ഥയിൽ രാജു ബ്രദർ പറഞ്ഞ കാര്യം ശരിയാണ്. എന്നാൽ ഇവിടെ ആ പണിയല്ല, ഇവിടെ ഡ്യൂറേഷനാണ് എടുത്തിരിക്കുന്നത്. ഇന്ന പണി തീർക്കുക എന്നുള്ളതല്ല. 12 മണിക്കൂർ അവർ ചെയ്തത് 1 മണിക്കൂർ കൊണ്ട് ഇവർ തീർത്തിട്ടില്ല. അതുകൊണ്ട് ആ വിഷയം ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. ഇവര് ചോദിച്ചത് ഞങ്ങൾ രാവിലെ തൊട്ട് പണിഞ്ഞു. ഈ 12 മണി എന്ന് പറയുന്നത് ഉച്ചക്കത്തെ 12 മണിയല്ല കേട്ടോ. 12 മണിക്കൂറുള്ള പകലിന്റെ ഓരോ മണിക്കൂറുമാണ് അവിടുത്തെ വിഷയം. ഈ 11 മണി നേരത്ത് വന്നെന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് പണിക്ക് വന്നെന്ന അർത്ഥം. 5 തൊട്ട് 6 വരെയുള്ള പകലിന്റെ അവസാനത്തെ മണിക്കൂർ, 12ാമത്തെ മണിക്കൂർ മാത്രമേ ഒരു കൂട്ടർ പണി ചെയ്തുള്ളൂ. അവർക്ക് കൂലി ചോദിക്കാനുള്ള അർഹത പോലും ഇല്ലാതിരുന്നവരാ. രാവിലത്തെ പുള്ളികളോട് കൂലി പറഞ്ഞൊത്തു, നിങ്ങൾ പോയി പണി, നിങ്ങൾക്ക് 1 ദിനാറ് വെച്ച് തരാം, അല്ലെ പോട്ടെ 100 രൂപ വെച്ച് തരാം. രാവിലെ പോയവരാ. അവർക്ക് കൂലി ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ പോയവർക്കോ ഈ അവസാന നിമിഷത്തിലെങ്കിലും ജോലിക്ക് ഞങ്ങളെ വിളിച്ചല്ലോ. പകലിന്റെ ആകെ 12 മണിക്കൂറാണ്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ 12 മണിക്കൂർ. അതിൽ 11 മണിക്കൂറും ജോലി ഇല്ലാതെ പോയി. വൈകിട്ട് 5 മണി വരെ ആരും പണിക്ക് വിളിച്ചില്ല. ഈ അവസാന നിമിഷത്തിലെങ്കിലും ആരെങ്കിലും പണിക്കൊന്ന് വിളിച്ചല്ലോ. അതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് എന്തോ തരുമെന്ന് ചോദിക്കാൻ അർഹത പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചില്ല കൂലിയൊന്നും. പക്ഷേ ആ വിളിച്ച യജമാനൻ ന്യായമുള്ളവൻ മാത്രമായിരുന്നില്ല, ദയയുള്ളവനും കൂടെയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളും പോ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ, ന്യായമായത് തരാം എന്ന്. അതായത് നിങ്ങൾ ഈ അവസാന നിമിഷത്തിലാണ് വരുന്നതെന്ന് വിചാരിച്ച് നിങ്ങളോട് ഞാൻ അന്യായം ചെയ്യത്തില്ല. എന്താ ഒരു ദിവസത്തെ ന്യായമായ കൂലി? രാവിലത്തെ പണിക്കാരോട് പറഞ്ഞൊത്ത കൂലിയാ. ഇവിടെ ഈ മുതലാളി വാഗ്ദത്തം ചെയ്തതും ന്യായമായത് തരാമെന്ന. എന്താണ് ന്യായമെന്ന് തിരിച്ചു ചോദിക്കാൻ മറ്റവർക്ക് അപ്പോഴും അർഹതയില്ലാത്തത് കൊണ്ട് കിട്ടുന്നത് ഞങ്ങൾക്ക് നന്മ എന്നും പറഞ്ഞ് അവർ പോയത്. സ്തോത്രം. ഇപ്പൊ ന്യായമായത്, അതിൽ കുറഞ്ഞൊന്ന് കൊടുക്കാനില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ വിളിക്കപ്പെടുന്നവന് പോലും രക്ഷയിൽ ഒട്ടും കുറയാതെ, പണ്ട് വിളിക്കപ്പെട്ടവർക്കും ഇപ്പോൾ വിളിക്കപ്പെടുന്നവർക്കും ഒരുപോലെ പാപക്ഷമയും പുത്രത്വവും രക്ഷയും ഒക്കെ നൽകുന്ന ന്യായമുള്ള ദയയുള്ള ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. ഫുള്ളി അണ്ടർസ്റ്റുഡ്. സ്തോത്രം. താങ്ക് യു. സ്തോത്രം. ആ കുരിശിലെ കള്ളനോടും മാനസാന്തരപ്പെട്ടവനോടും കർത്താവ് അത് തന്നെയാണ് ചെയ്തത്. അവസാന നിമിഷമാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. ചിലപ്പോൾ അവസാന ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്ന സമയമാണ്. ഇത്ര നാൾ നീ എവിടെ ആയിരുന്നു? ഒന്നുമില്ല. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന്, താമസമില്ല. സ്തോത്രം.
ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയും പ്രതിഫലങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് വ്യക്തിപരമായ പഠനത്തിന് വിടുന്നു. ഒരു വഴി തെളിച്ചിട്ടതേ ഉള്ളൂ നമ്മൾ. രണ്ടാമത്തേത്, ഭാവികാല ന്യായവിധികളിൽ നമ്മൾ എഴുതിയത് രണ്ടാമത്തേത് ജാതികളുടെ ന്യായവിധിയാണെന്ന് തോന്നുന്നല്ലേ? തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയാണ് രണ്ടാമതായിട്ട് എഴുതിയത്, അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, എഴുതിയത് അങ്ങനെയാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് ക്രമമനുസരിച്ച് ഇസ്രായേൽ ജാതിയുടെ, ഇസ്രായേലിൻ്റെ ന്യായവിധിയാണ് എന്ന്. ഓർമ്മയുണ്ടോ? അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് എടുക്കുന്നത് ഭാവികാല ന്യായവിധികളിൽ രണ്ടാമത്തേത് ഇസ്രായേലിൻ്റെ ന്യായവിധിയാണ്. ജഡ്ജ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഓർ ഇസ്രായേൽ ആസ് ദ നേഷൻ. ഇതിലെ ന്യായവിധി ഇസ്രായേലിയ പൗരന്മാരെ വ്യക്തിപരമായി വിധിക്കുന്നതല്ല. ഇസ്രായേലിനെ ഒരു ജാതി എന്ന നിലയിൽ കോർപ്പറേറ്റായി ഒരുമിച്ച് വിധിക്കുന്നതാണ്. ഈ ന്യായവിധി വ്യക്തിപരമല്ല. ഈ ന്യായവിധി സാമൂഹികമാണ്, അല്ലെങ്കിൽ ദേശീയമാണ്. അതേസമയം വിശുദ്ധന്മാരുടെ ന്യായവിധി വ്യക്തിപരമാണ്. ഓരോരുത്തൻ അവനവന്റെ കണക്ക് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ ന്യായവിധി, ഇസ്രായേലിന്റെ ന്യായവിധിയിൽ ഓരോരുത്തൻ കണക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ഇസ്രായേൽ ദേശമെന്ന നിലയിൽ, രാഷ്ട്രമെന്ന നിലയിൽ, ഒരു ജാതി എന്ന നിലയിൽ കണക്ക് കൊടുക്കുക. അതും ദ ലിവിങ് ഇസ്രായേൽ, അന്ന് ജീവനോടിരിക്കുന്ന ഇസ്രായേലിയർ മൊത്തമായി ന്യായവിധിയിൽ പങ്കാളികളാകുന്നു, അല്ലെങ്കിൽ അവർ ന്യായം വിധിക്കപ്പെടുന്നു. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത്. രണ്ടാമതായിട്ട് കാണാൻ പോകുന്നത്, നമ്മൾ എഴുതിയതനുസരിച്ച് തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയാണ്. അത് ക്രമമനുസരിച്ച് മൂന്നാമത്തേതാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത് എഴുതിയത് ആ ക്രമാനുസൃതമായി, കാലക്രമം, ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് രണ്ടാമതായിട്ട് നോക്കുക. ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഉൽപ്രാപണ ശേഷം, സഭയുടെ ഉൽപ്രാപണ ശേഷം, അർമഗദ്ദോൻ യുദ്ധത്തിന് മുമ്പ്, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 7 വർഷത്തെ മഹാപീഡന കാലയളവ്. അപ്പം ഒരേ സമയത്ത് തന്നെ സ്വർഗത്തിലും ഭൂമിയിലും ന്യായവിധി നടക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ 7 വർഷം ഒരേ കാലഘട്ടം, സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും ഇടയിലുള്ള 7 വർഷക്കാലം സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കുന്നു. അതേസമയം തന്നെ ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനതയുടെ ന്യായവിധി ഒരുമിച്ച്, കൂട്ടമായി, കോർപ്പറേറ്റായിട്ട് നടക്കും. അപ്പം കാലഘട്ടം മനസ്സിലായല്ലോ, സ്ഥലം മനസ്സിലായല്ലോ. നമ്മുടെ ന്യായവിധി സ്വർഗത്തിലാണെങ്കിൽ ഇസ്രായേലിന്റെ ന്യായവിധി ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആയിരിക്കും. തെറ്റിദ്ധരിക്കരുത്. മുമ്പ് മരിച്ചുപോയ ഇസ്രായേലിയരുടെ ന്യായവിധി അല്ല,
അന്ന് ആ കാലഘട്ടത്തിൽ ജീവനോടെ ഭൂമിയിലുള്ള ഇസ്രായേലിന്റെ മാത്രം. ഇസ്രായേൽ ജാതീയമായിട്ട് അവരുടെ ന്യായവിധി അത് ഈ ഭൂമിയിൽ വെച്ചായിരിക്കും. നമുക്ക് അതേ സംബന്ധിച്ച് ഒത്തിരി പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ ഏകദേശം അതേ സംബന്ധിച്ചുള്ള പഠനം നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് തീർക്കാം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പതിനെട്ടാം അധ്യായം വരെ നമ്മൾ പഠിച്ചതെല്ലാം ഈ രണ്ടാമത്തെ ന്യായവിധിയെക്കുറിച്ച്, മഹാപീഡനകാലത്തെ ന്യായവിധി. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഇസ്രായേൽ സഹിക്കുന്ന പീഡനങ്ങൾ ദൈവം അവരെ ന്യായം വിധിക്കുന്നതാണ്. അതിനുള്ള കാരണവും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജാതിയെ ഇങ്ങനെ ദൈവം ന്യായം വിധിക്കാനുള്ള കാരണം ഓർമ്മ കാണുമല്ലോ. ഓർമ്മയില്ലേ ആർക്കും? റിജക്ഷൻ ഓഫ് മസായ. മശിഹായെ അവർ തിരസ്കരിച്ചതാണ് അവരുടെ പാപം. യേശുക്രിസ്തുവിൽ അവർ വിശ്വസിച്ചില്ല. യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. അവരുടെ വീണ്ടെടുപ്പിനായി ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനെ അവർ ക്രൂശിച്ചു കൊന്നു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, അത് അന്നുണ്ടായിരുന്നവരല്ലേ? അതെ, അന്നുണ്ടായിരുന്നവരാ. പക്ഷെ ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്നത് ദേശീയമായിട്ടാണ്. സഭയോട് അങ്ങനെയല്ല. സഭയോട് വ്യക്തിപരമായിട്ടാണ് ഇടപെടുന്നത്. എന്നാൽ ഇസ്രായേലിനോട് ദേശീയമായിട്ടാണ് ഇടപെടുന്നത്. ഉദാഹരണത്തിന് യഹൂദൻ പാപം ചെയ്തപ്പോൾ, ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ്, യഹൂദ ജാതി പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ബാബിലോണ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷേ പ്രവാസത്തിലേക്ക് പോയവരുടെ കൂട്ടത്തിലായിരുന്നു നമുക്ക് മിസ്റ്റർ ക്ലീൻ എന്ന് വിളിക്കാൻ കഴിയുന്ന തരം വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന, അൺകോംപ്രമൈസിങ്, അനുരഞ്ജനമില്ലാത്ത അനുസരണത്തോടെ ദൈവത്തിയാവും ഹനന്യാവും മീശായേലും കൊട്ടാരത്തിനകത്തും പുറത്ത് യഹസ്കേൽ പോലെയുള്ള പ്രവാചകന്മാരും ഉണ്ടായിരുന്നത്. കാര്യം മനസ്സിലായോ? ആവർത്തിക്കണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ശരി, മിണ്ടാത്തത് കൊണ്ട് മനസ്സിലായി. ഓക്കെ. മനസ്സിലാകാത്തവരാരും ഇല്ലെന്ന് ഞാൻ കരുതുന്നു, ചോദ്യമില്ല ഇല്ലാത്തത് കൊണ്ട്. അപ്പം വ്യക്തിപരമായിട്ടായിരുന്നു ഇസ്രായേലിനെ ദൈവം, ജീവനോടിരിക്കുന്ന ഇസ്രായേലിനെ ദൈവം വിധിക്കുന്നതെങ്കിൽ, കുറഞ്ഞപക്ഷം ദാനിയേലും
ശദ്രക്ക്, മേശക്ക്, അബേദനഗോ എന്ന് നമ്മൾ വിളിക്കുന്നവരുടെ മറുപേരാ ഞാൻ മുമ്പേ പറഞ്ഞത്. ആ എബ്രായ ബാലന്മാരും പ്രവാസകാല പ്രവാചകനായ എക്സിലിക് പ്രോഫറ്റായ യഹസ്കേലുമെങ്കിലും പ്രവാസത്തിലേക്ക് പോകാതിരിക്കണമായിരുന്നു. അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഉദാഹരണത്തിന് 6-ാം അധ്യായം മുതൽക്ക് നാം കാണുന്ന ഗിദെയോൻ, ദൈവം അവനെ അല്ലയോ പരാക്രമശാലിയെ എന്നൊക്കെ പറഞ്ഞ് ന്യായാധിപനായിട്ട് തിരഞ്ഞെടുത്താക്കുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഗിദെയോന്റെ അപ്പൻ ബാലിന്റെ വിഗ്രഹവും ക്ഷേത്രവും ഉണ്ടാക്കി പൂജാരിയായിട്ട് പ്രവർത്തിച്ചെങ്കിലും ഗിദെയോൻ ആ പാപത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. തനിക്കുള്ളത് മിദ്യാന്യർ കൈയടക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതിൽ അവൻ പരാക്രമം കാണിച്ചു. ഇങ്ങനെയുള്ള ഭക്തന്മാർ, പാപങ്ങളിൽ അകപ്പെടാതിരുന്നവർ അന്നുണ്ടായിട്ടും ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ ജാതിയെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവർ നിമിത്തം, എന്നാൽ ഇവർ അടിമത്തത്തിൽ നിന്നും മാറി നിൽക്കട്ടെ എന്ന് കർത്താവ് കണ്ടില്ല. ഇതുപോലെ ധാരാളം പേർ ഓരോ കാലഘട്ടത്തിലും ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. വ്യക്തിപരമായി ദൈവം അവരോട് ആ നിലയിൽ ഇടപെട്ടില്ല, ദേശീയമായിട്ടാണ് ഇടപെട്ടത്. അപ്പോൾ ജീവിച്ചിരുന്ന ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലായ്പ്പോഴും ഒരു കൂട്ടം, ഒരു സമൂഹം, ഒരു ജാതി, ഒരു വംശം എന്ന നിലയിലായിരുന്നു, വ്യക്തിപരമായിരുന്നില്ല. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനിയും ഭാവിയിലും നടക്കാൻ പോകുന്ന ന്യായവിധി ഇസ്രായേലിനോട് ഇങ്ങനെ തന്നെ ഒരു വംശം എന്ന നിലയിൽ തന്നെയാണ്. ഇസ്രായേൽ ഒരു ജാതി എന്ന നിലയിൽ ചെയ്ത ഏറ്റവും വലിയ പാപം, മറ്റു പാപങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഏറ്റവും വലിയ പാപം ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പിനായിട്ട് അയച്ച മശിഹായെ കൈക്കൊണ്ടില്ല എന്നത് തന്നെ. സരളമായ ഭാഷയിൽ നമ്മൾ യോഹന്നാൻ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അത് കണ്ടിട്ടുണ്ട്. യേശു സ്വന്തമായവരിലേക്ക് വന്നു, അവനെ കൈക്കൊണ്ടില്ല. ഇത് തന്നെയാണ് അവരുടെ പാപം. സ്വന്തമായവർ യേശുവിനെ കൈക്കൊണ്ടില്ല. യഹൂദൻ യേശുവിനെ തിരസ്കരിച്ചു. പത്രോസ് അപ്പോസ്തലൻ അവരോട് പറയുന്ന പാപവും അത് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 20 മുതൽക്കുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിച്ചു കൊന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നു സംഭവം. പക്ഷെ നിങ്ങൾ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതിൻ്റെ 22 മുതൽക്കുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 22 ഫോളോയി. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു.
നസറായനായ യേശുവിനെ ദൈവം ഏൽപ്പിച്ചു, ശരിയാ. പക്ഷെ നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അതുപോലെ 4-ാമത്തെ അധ്യായത്തിലും നാം കാണുന്നുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, തള്ളിക്കളഞ്ഞ കല്ല്. യോഹന്നാൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ യേശുവിനെ തള്ളിക്കളഞ്ഞു. സ്തോത്രം, തള്ളിക്കളഞ്ഞു. അപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് എന്തു ചെയ്തു? ദൈവവും ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു. അപ്പം 3-ാമത്തെ അധ്യായത്തിലും പത്രോസും യോഹന്നാനും ഈ കാര്യങ്ങൾ ഇസ്രായേൽ മൂപ്പന്മാരോട് പറയുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. 3:13 3:13 അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനെ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ കൊടുക്കുകയും ചെയ്തു. വിട്ടയപ്പാൻ കൽപ്പിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് ആ യേശുവിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അടുത്ത വാക്യം, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ച് ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ഇവിടെ എല്ലാം കാണുന്ന കളഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഇവിടെ പത്രോസ് പറയുന്നത് പോലെ ഇവനിലൊരു കുറ്റവുമില്ല, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകിയപ്പോൾ ഇവരെല്ലാരും കൂടെ, ഇസ്രായേൽ ആസ് എ നേഷൻ പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ദൈവം അതിനങ്ങ് ആമീൻ പറഞ്ഞു. ആമീൻ പറഞ്ഞിട്ട് AD 70 മുതൽ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തോണ്ടിരിക്കുക. From AD 70, ever since AD 70, the nation Israel is remitting the loan, remitting the debt of the blood of Jesus in installments. ഇതുവരെ കൊടുത്തു കഴിഞ്ഞോ? ഇല്ല, ഇതുവരെ കൊടുത്തു കഴിഞ്ഞില്ല. ഇനിയും ഒരു 2000-ഓ 10,000-ഓ കൊല്ലം കൂടെ കൊടുത്താലും ഇവർക്കത് കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഇല്ല, അതും പറ്റത്തില്ല. പിന്നെ എന്തേ പറ്റൂ? ഒരു വൺ ടൈം സെറ്റിൽമെന്റ്. സ്തോത്രം, ഒരു വൺ ടൈം സെറ്റിൽമെന്റ്. ഇത്രയും നൂറ്റാണ്ടുകളായി ഇവർ യേശുവിൻ്റെ രക്തത്തിൻ്റെ കുറ്റം ഒടുക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും കുറേയേറെ സഹസ്രാബ്ദങ്ങൾ കൂടെ കൊടുത്താലും അവരെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, യജമാനൻ ഒരുമിച്ച് ഒരു തുക മേടിച്ച് കാര്യം അങ്ങ് കണക്ക് തീർക്കുക എന്നേ ഉള്ളൂ. അങ്ങനെ വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് ഒരുമിച്ച് ഒരു ലംസം തുക, ഒരുമിച്ച് ഒരു തുക കൊടുത്ത് കണക്ക് തീർക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഈ മഹാപീഡനം.
അതിനെയാണ് ഇസ്രായേലിനെ ദൈവം ഒരു ദേശം എന്ന നിലയിൽ ന്യായം വിധിക്കുന്നതായി നാം കാണുന്നു. മനസ്സിലായല്ലോ? അതിന് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളുടെ കല്ലുപോലെയുള്ള ഹൃദയത്തെ മാറ്റി നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും. യെഹെസ്കേലും യിരെമ്യാവും ഒക്കെ അത് പ്രവചിച്ചിട്ടുണ്ട്. മാംസളമായ ഒരു ഹൃദയം. പക്ഷെ അത് തരുന്നത് ചുമ്മാതല്ല. നമ്മൾ നേരത്തെ ഒരിക്കൽ പഠിച്ചു. 2 കാര്യങ്ങൾ യെഹെസ്കേലിൽ പറയുന്നുണ്ട്. പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച വിശദീകരിക്കാം. 1, ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കൂടെ കടത്തിവിടും. I will cause you to pass through the road. മറ്റൊന്ന്, I will cause you to go through the furnace. തീച്ചൂളയിലൂടെ ഞാൻ നിങ്ങളെ കടത്തിവിട്ട് ശുദ്ധീകരിക്കും. ഈ 2 പ്രക്രിയകളിലൂടെ ദൈവം ഇസ്രായേൽ മക്കളെ ന്യായം വിധിച്ച് അവരുടെ പാപത്തിന് ന്യായമായ ശിക്ഷ കൊടുത്ത് എന്നാൽ തന്നെ ദയയോടെ അവരെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ഇസ്രായേലിന്റെ ന്യായവിധി. സ്തോത്രം. അതിനെ ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 3:16 സ്ത്രീയോട് പറയുന്നുണ്ട്, ഹവ്വായോട് ദൈവം പറയുന്നു, നിന്റെ ഗർഭധാരണവും വേദനയോടുകൂടിയ ഗർഭധാരണം ഏറെ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഒരേ സമയം തന്നെ, അതായത് ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ വേദനയായിട്ട് അല്ലെ വേദനയുടെ പര്യായമായിട്ട് എല്ലാ ജാതി മതസ്ഥരും കണക്കാക്കുന്നത് പ്രസവ വേദനയാണ്. ട്രാവലിംഗ് യാ ലേബർ പെയിൻ ഏറ്റവും വലിയ വേദനയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ദൈവം അത് ഈ വേദന, ഗർഭധാരണം അല്ലെങ്കിൽ പ്രസവം അല്ലെ മക്കൾ ഉണ്ടാവുക എന്നത് ശാപമല്ല. അത് ദൈവം മനുഷ്യന്റെ പാപത്തിന് മുമ്പേ കൊടുത്ത അനുഗ്രഹമാണ്. പക്ഷേ വേദന വർദ്ധിപ്പിച്ചത് പാപത്തിന്റെ പരിണിത ഫലമാണ്. അവിടെ എഴുത്തുകാരൻ പറയുന്ന രസകരം ഒരു കാര്യം, പ്രസവം അത് ഒരേ സമയം തന്നെ പാപത്തിന്റെ ശിക്ഷയും, വേദന പാപത്തിന്റെ ശിക്ഷയും അതേസമയം തന്നെ ഒരു അനുഗ്രഹവും കൂടെ. എന്തുവാ? ജന്മം നടക്കുന്നു, ജനനം. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുന്നതും ഇതേ പ്രക്രിയയാണെന്നാണ് ആ എഴുത്തുകാരൻ വിവരിക്കുന്നത്. നമുക്ക് തിങ്കളാഴ്ച ദൈവനിച്ചത് കാണാം. പ്രവാചകൻ പറയുന്നു, ആ പുരുഷന്മാരെ കണ്ടോ, പ്രസവവേദനപ്പെടുന്ന സ്ത്രീകളെ പോലെ മുതുകത്ത് അല്ലെ നടുവിന് കയ്യും കൊടുത്തിരിക്കുന്നത്. പുരുഷൻ പ്രസവിക്കുമോ? പക്ഷേ പുരുഷനും പ്രസവവേദന ഉണ്ടാവുന്നു. അത്രയ്ക്ക് വേദന. അത് അവരുടെ പാപത്തിന്റെ ശിക്ഷയാണ്. പക്ഷെ ദൈവം അവരെ തള്ളിക്കളയുന്നോ? ഇല്ല. അത്ര വലിയ ശിക്ഷ, അത്ര വലിയ വേദനയിലൂടെ, മഹാപീഡനത്തിലൂടെ പക്ഷെ ദൈവം അവർക്ക് ജന്മം കൊടുക്കുകയാണ്, ഒരു പുതുജനനം. ദൈവം ആ പുതുജനനം എന്ന് പറയുന്നത് എന്താ? ഇസ്രായേലിനെ ദൈവം വീണ്ടും തങ്കലേക്ക് അടുപ്പിക്കുന്നു. ഈവൻ ആഫ്റ്റർ ദി സിവിയർ painful tribulation, God is bringing these people back to himself. അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച എത്താം. സ്തോത്രം.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നും ദൈവം അത് ചെയ്യുന്നുണ്ട്. ബാലശിക്ഷകൾ എന്ന വേദനാജനകമായ കാര്യങ്ങൾ തരുമ്പോഴും നമ്മിൽ ഒരു പുതുജനനം, ദൈവത്തെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തമായി നമ്മെ സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയയും നടക്കുന്നു. കർത്താവ് നമ്മെ തള്ളിക്കളയുന്നില്ല. ഈ വേദനയിലും ഈ പ്രയാസങ്ങളിലും നമ്മെ ദൈവം തന്നോട് കൂടുതൽ അടുപ്പിക്കുകയാണ്, തൻ്റെ മാറോട് നമ്മെ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് ആ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ നമുക്ക് മുൻപോട്ട് നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലത്തെ പ്രാപിക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടുകൊണ്ട് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.